ആരുടെ ജാതകമാണ് ഏറ്റവും പൊരുത്തം നോക്കിയിട്ടുണ്ടോ? ഇല്ല, ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ടില്ല. നോക്കാറില്ല. അതെന്താ? അല്ല, പേടിയുണ്ടോ? അതെയോ? അല്ല, എന്തെങ്കിലും നോക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ വെറുതെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് ആസ്ട്രോളജീനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല ഇതൊക്കെ. പിന്നെ നമ്മൾ സിനിമയിലാവുമ്പോൾ പല കാര്യത്തിനും പല ആൾക്കാർ സമയമൊക്കെ നോക്കുമല്ലോ. അപ്പോൾ ചില സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസർ പറയും ഇന്ന് 9 മണിക്ക് മുമ്പ് ഷോട്ട് വെക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചാർട്ട് ചെയ്യും. ആരോടും അതിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. തർക്കമില്ല, ഇല്ല, വിശ്വാസമില്ല. ഞാൻ അതിൻ്റെ പിന്നാലെ പോകാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇല്ല, ലൈഫ് ഓരോരുത്തർക്കും ഓരോ ബിലീഫ്സ് ആണ്. അപ്പം അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നോക്കിക്കാണേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അത് അവരുടെ ബിലീഫായിട്ട് അങ്ങ് വിട്ടുകൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സമയത്ത് ഇതുണ്ട്, അതായത് നമ്മളോട് നമ്മുടെ ഫ്രണ്ട് വന്ന് പറയുമല്ലോ, എൻ്റെ ജോത്സ്യൻ ഇങ്ങനെ പറഞ്ഞു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പ്രൊജക്ട് ചെയ്യാണ്, വല്ലാണ്ട് ഡിലേ വരുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും നിന്റെ ജോത്സ്യൻ എന്താടാ പറഞ്ഞേ, ഇത് എപ്പോൾ ശരിയാവുന്നാടാ പറഞ്ഞേ, അങ്ങനെയൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ടാവും അല്ലേ? ഞാനായിട്ട് എവിടെയും പോയി നോക്കിയിട്ടില്ല. ഇല്ല, ധ്യാനം നോക്കാറില്ല കേട്ടോ. ധ്യാനം കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ ആരോ ധ്യാനം കൂട്ടിയിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ധ്യാനം അങ്ങനെ അതിൽ വിശ്വാസം ഉണ്ടെന്ന്. അവിടെ പോയി പുച്ഛിച്ചിട്ട് വന്ന പോലെയൊക്കെയാണ് എനിക്കറിയുന്ന കഥ. എപ്പോഴും ഉള്ളവരെ പുച്ഛിച്ചിട്ട് പോന്നു, കഥ കേട്ടിട്ടും പോന്നു. അതെ അതെ. എന്നാലും ഇതിന്റെ പേരാണ് ഒരു ജാതി ജാതകം. എനിക്ക് ഞാൻ ഈ സിനിമയുടെ കുറെ അതിൻ്റെ കൂടെ യാത്ര ചെയ്ത സുബർക്കാരുടെ കൂടെ മോഹൻചേട്ടൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കഥകൾ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് സിനിമ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സിനിമ ഹിറ്റടിക്കുന്ന സിനിമയാണ്. അത് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തുടങ്ങാൻ ഈ 25 ഒരു ഹിറ്റടിക്കുന്ന സിനിമയായിരിക്കും. ആവട്ടെ. ജനുവരിയിൽ ഇറങ്ങിയ സിനിമയിൽ തുടക്കം തൊട്ട് രേഖാചിത്രം തൊട്ട് മമ്മൂക്കാടെ ചിത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഹിറ്റുകളാണ്. ജനുവരി അവസാനിക്കുമ്പോൾ ഇതും ഒരു ഹിറ്റിലേക്ക് തന്നെ പോട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥത ആഗ്രഹിച്ച് തന്നെ തുടങ്ങാം. അല്ല മൃദുലേ? തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ചലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പോവാം. മൃദുല ജാതകം നോക്കാറുണ്ടോ? പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസം. എൻ്റെ വീട് പയ്യന്നൂര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ്. അപ്പൊ അതിന് ചുറ്റും ഒരുപാട് ആസ്ട്രോളജിസ്റ്റ് ഉണ്ട്. ഈ പൊതുവാൾ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട്, ഓരോ 2 വീട് അപ്പുറത്ത് ഓരോ ബോർഡ് കാണാം, ഇന്ന ആസ്ട്രോളജർ ഇന്ന ആസ്ട്രോളജർ. അംബാനി മുതൽ അദാനി വരെ അവിടെ വന്ന് ജാതകം നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളും പോകും. അല്ല, അവര് പോകുന്നുണ്ടല്ല, എന്റെ ഇഷ്ടത്തിന് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എല്ലാ സിനിമ ബിടെക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കറക്റ്റ് സമയമൊക്കെ നോക്കാറുണ്ട്. അതിൽ വിശ്വാസമുണ്ട്, പറയുന്നതിന് എനിക്കൊരു മടിയില്ല. വിശ്വാസം എല്ലാവർക്കും വിശ്വാസമുണ്ട്, ഉള്ളിൽ വിശ്വാസമുണ്ട്, പുറത്ത് കാണിക്കാത്തവരായിരിക്കാം. പള്ളിയിൽ പോകണമെന്നില്ല വിശ്വാസത്തിന്, അല്ലേ? എൻ്റെ ആംഗിളിലുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. അതായത് ഇത് നോക്കിയിട്ട് പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നോക്കാത്ത ആൾക്കാരും ഉണ്ട്. അങ്ങനെയുണ്ട്. അല്ല, അങ്ങനെ ഒത്തിരി പേരുണ്ടാവും. ഇനി എന്താ പറയണമെന്ന് പറയാൻ പറ്റുമല്ലോ. അതെ, അതുകൊണ്ട് ലൈഫ് എന്താണോ നമുക്ക് തരുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം എന്ന് വിചാരിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട്. എനിക്ക് മുമ്പ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രാവിലെ എല്ലാ ദിവസവും പൂജ ചെയ്യും. അപ്പൊ ഒരു ദിവസം പൂജ ചെയ്യാൻ വരുമ്പോൾ ഞാനായിരുന്നു ആ ക്യാമറയുടെ മുമ്പിൽ. ഞാൻ ഇന്ന് പൂജ ഒന്നും വേണ്ട, എടുത്ത് പോകാന്ന് പറഞ്ഞു. ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക, ഏർലി മോർണിംഗ്, നല്ല ഷോട്ട്. അന്ന് പൂജ ആ ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറ ഒന്നും ഓൺ ആയില്ല. അതിനുശേഷം എനിക്ക് കുറച്ച് വലിയ വിശ്വാസം. അത് വലിയൊരു അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരു പരസ്യം ഷൂട്ട് ചെയ്യണമെങ്കിലും പടം ഷൂട്ട് ചെയ്യണമെങ്കിലും എല്ലാ ദിവസവും പൂജ ചെയ്യും. എനിക്കത് ഭയങ്കര വിശ്വാസമാണ്. അത് സിനിമയിൽ നമുക്കുണ്ട് കേട്ടോ. അതായത് ലോങ് നൈറ്റ് ഒക്കെ പോകുന്ന ദിവസം രാവിലെ പൂജ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ പോവില്ല. അപ്പോൾ മറ്റേ നമ്മൾ വിളിക്കുമല്ലോ, കത്തിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമല്ലോ, അപ്പൊ പോവില്ല. കാരണം ലോങ് നൈറ്റ് പോകുന്നതുകൊണ്ട് നീ പൂജ ചെയ്തുകൊണ്ടാ തീരാൻ താമസിച്ചെന്ന് പറയും. അപ്പൊ ചെറിയ ചാർട്ടൊക്കെ ആണെങ്കിൽ അപ്പൊ പോയി കത്തിച്ചു കൊടുക്കും. ഉച്ചക്കൊക്കെ തീരുന്ന പോലത്തെ വർക്കാണെങ്കിൽ ഇന്ന് ഞാൻ കത്തിക്കാം. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ പറഞ്ഞ പോലെ മൃദുലയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.